നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലത്തെ കളിയുടെ റിവ്യൂ സമയത്ത് പറഞ്ഞു, രാവിലത്തെ സെഷനിൽ ഇന്ത്യൻ ബൗളർമാർ പിടിമുറുക്കിയാൽ ഈ കളി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കൃത്യമായിട്ട് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്പിന്നർമാർ മനവ് സുതാർ വിക്കറ്റും കൊണ്ടാണ് അവൻ വന്നത്. 2 വിക്കറ്റ് അവനെടുത്തു, കുൽദീപ് 1 വിക്കറ്റ് എടുത്തു, പിന്നെ ജഡേജയും 1 വിക്കറ്റ് എടുത്തു. അങ്ങനെ സ്പിന്നർമാർ 4 വിക്കറ്റ്, കൂടാതെ സിറാജിൻ്റെ വക 1 വിക്കറ്റ്. ശ്രീലങ്ക 3-ാം ദിവസത്തെ ലഞ്ചിൻ്റെ സമയത്ത് ആദ്യ സെഷൻ കഴിയുമ്പോൾ 99-5 എന്ന നിലയിലാണുള്ളത്. സ്റ്റിൽ അവർ 363 റൺസ് പുറകിലാണ് എന്ന് പറഞ്ഞാൽ ഫോളോ ഓൺ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണുള്ളത്. ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ല് വളരെ മികച്ച രൂപത്തിൽ ഇന്ന് ടീമിനെ നയിക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം. നല്ല രൂപത്തിൽ അദ്ദേഹം ഷോർട്ട് സ്പെല്ലുകളുമായിട്ട് ബൗളർമാരെ റൊട്ടേറ്റ് ചെയ്യുന്നു, വിക്കറ്റുകൾ വീഴ്ത്തുന്നു. ഫോളോ ഓൺ തന്നെയാണ് മനസ്സിലുള്ളത്. അതാണ് നമുക്ക് ഈ മത്സരം വിജയിക്കാനുള്ള വഴി. അതിലേക്ക് തന്നെ കാര്യങ്ങൾ നയിച്ചു കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് സ്കോർ 462 റൺസിലാണെന്ന് അവസാനിച്ചത്. അതായത് 2 റൺസും കൂടി ഓവർനൈറ്റ് സ്കോറിനോട് ആഡ് ചെയ്തതോടുകൂടി ഇന്ത്യൻ ടീമിൻ്റെ ഇന്നിങ്സ് അവസാനിച്ചു. മറുപടി ബാറ്റിങ്ങിൽ ശ്രീലങ്ക 5 വിക്കറ്റിന് 99 എന്ന നിലയിലാണുള്ളത്. ശ്രീലങ്കയുടെ തുടക്കത്തിൽ തന്നെ അവർക്ക് പ്രഹരമേൽപ്പിച്ചുകൊണ്ട് തുടങ്ങി. മധുഷ്കയെ പറഞ്ഞു വിട്ടു മുഹമ്മദ് സിറാജ്. ദേവദത്ത് പടിക്കലിൻ്റെ കൈകളിലേക്ക് മധുഷ്ക എത്തുമ്പോൾ അദ്ദേഹം 2 പന്തുകൾ മാത്രമാണ് നേരിട്ടിരുന്നത്. ശ്രീലങ്കയുടെ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു, ഡെക്ക് നഷ്ടമാകുന്നു. ഉദാരയും ചണ്ഡിമലും ഒത്തുചേരുന്നു. പക്ഷേ സീനിയർ പ്രോ ചണ്ഡിമലിന് അധിക നേരം നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം 16 പന്തുകളിൽ നിന്ന് 4 റൺസുമായിട്ട് മനവ് സുതാറിൻ്റെ മുന്നിൽ വീണു. സുതാർ വന്നത് വിക്കറ്റും കൊണ്ടായിരുന്നു. ഉദാരയാവട്ടെ 44 പന്തുകളിൽ നിന്ന് 27 റൺസുമായിട്ട് മനവ് സുതാറിൻ്റെ അടുത്ത വിക്കറ്റായി. മെൻഡിസിനെ പറഞ്ഞു വിട്ടത് കുൽദീപ് യാദവാണ്. മെൻഡിസ് 25 പന്തുകളിൽ നിന്ന് 14 റൺസാണ് അടിച്ചത്. പിന്നെ ധനഞ്ജയ ഡി സിൽവ ക്യാപ്റ്റൻ 41 പന്തുകളിൽ നിന്ന് 21 റൺസുമായിട്ട് രവീന്ദ്ര ജഡേജയ്ക്ക് വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങുകയും ചെയ്തതോടുകൂടി അവരുടെ 5 വിക്കറ്റുകളാണ് വീണ് കഴിഞ്ഞത്. ഇപ്പോൾ ക്രീസിലുള്ളത് ദിനൂഷ 14 റൺസുമായിട്ടുണ്ട്, ഡിക്വെല 8 റൺസുമായിട്ടും ക്രീസിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ശ്രീലങ്കയുടെ ബാറ്റിങ്ങിൻ്റെ പകുതി നമ്മൾ കൂടാരം കയറ്റിക്കഴിഞ്ഞു. ഇന്ന് അടുത്ത സെഷനോടുകൂടി തന്നെ മിക്കവാറും പണി തീർക്കാൻ കഴിയേണ്ടതാണ്. ഏതായാലും ഫോളോ ഓൺ ആണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അവരെ ഫോളോ ഓൺ ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് തന്നെയാണ് ടീമിനെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ബൗളർമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ സിറാജ് 4 ഓവറിൽ 12 റൺസിന് 2 വിക്കറ്റ് എടുത്തപ്പോൾ സുതാർ 7 ഓവറിൽ 17 റൺസിന് 2 വിക്കറ്റ് എടുത്തു. കുൽദീപ് 6 ഓവറിൽ 25 റൺസിന് 1 വിക്കറ്റ് എടുത്തു. രവീന്ദ്ര ജഡേജ 4 ഓവറിൽ 6 റൺസിന് 1 വിക്കറ്റ് എടുത്തു. പ്രസിദ്ധ കൃഷ്ണ മാത്രമാണ് വിക്കറ്റ്ലെസ് ആയിരിക്കുന്നത്. എന്തായാലും അടുത്ത സെഷനിൽ വീണ്ടും സ്പിന്നർമാർ താണ്ഡവമാടും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.